അങ്ങനെ ബിയർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള ഒരു കാളയെ പറ്റി ആ സ്ട്രേഞ്ചർ പറഞ്ഞു. വാടിവാസലിനെ പങ്കെടുപ്പിക്കുന്ന ഒരു പ്രത്യേക ഇനം കാളയായിരുന്നു അത്. അതിന്റെ അടുത്ത് നിൽക്കാൻ പോലും മറ്റവന് പേടിയാണ്. പക്ഷെ ആ സ്ട്രേഞ്ചർക്കാണെങ്കിൽ അത് അവന്റെ മകനെ പോലെയായിരുന്നു. കാളയെ വാടിവാസലിന് വേണ്ടി പരിശീലിപ്പിക്കുന്നത് അവന്റെ അമ്മാവനാണ്. അതിനെ കുളിപ്പിക്കുന്നതും പിന്നെ ഫുഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നതുമാണ് ഈ സ്ട്രേഞ്ചറിന്റെ പ്രധാന പരിപാടി. ആ കാള നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. എത്ര ആൾക്കാർ വന്നാലും അവരേക്ക് മറികടന്ന് ഒന്നാമതെത്താനുള്ള ശക്തിയും ബുദ്ധിയും അവനുണ്ട്. ഏതൊക്കെ വാടിവാസലിനെ പോയി ആ കാള കപ്പടിച്ചിട്ടുണ്ടോ ആ കഥകൾ മൊത്തം ചേട്ടനോട് അവൻ പറഞ്ഞു കേൾപ്പിച്ചു. ആ സ്ട്രേഞ്ചറിന്റെ ഭാര്യ കാണുന്നത് പോലെയല്ല, ഒരു ബോൾഡ് വുമൺ ആണ്. കാരണം വാടിവാസലിന് നേതൃത്വം കൊടുക്കുന്നത് പോലും അവളാണ്. സ്ട്രേഞ്ചറിന്റെ ഈ കഥകളൊക്കെ കേട്ടപ്പോ അവന്റെ മദ്യവെച്ചതിന്റെ കെട്ടങ്ങിറങ്ങിപ്പോയി. അങ്ങനെ ഒരു ബിയറും കൂടി കഴിക്കണമെന്ന് തോന്നി. നേരത്തെ പറഞ്ഞ ആ കുളത്തിന്റെ അടുത്ത് പോയി അവിടുത്തെ വളരെ പീസ്ഫുൾ ആയ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് അവർ മദ്യപിച്ചു. അവന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. ഇത്രയും അധികം ചിരിച്ച സമയം പോലും അവന്റെ ലൈഫിൽ മുമ്പുണ്ടായിട്ടില്ല. ബോധം പോയ സമയത്ത് ചേട്ടൻ നാളെ എന്റെ പേര് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോ അവൻ ബാഗ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി.